ഇന്ത്യയുടെ താജ് ഹോട്ടൽസ് എന്നത് ആഗോള പ്രസിദ്ധമാണ്. വിദേശികൾ മുതൽ ഇന്ത്യയിൽ ആദ്യം അന്വേഷിക്കുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നുകൂടിയാണ് മുംബൈയിലെ താജ് ഹോട്ടൽ എന്നത്. സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച് സാക്ഷാൽ രത്തൻ ടാറ്റ തന്നെയാണ് താജിന്റെ പ്രശസ്തിക്ക് പിന്നിൽ പ്രധാന കാരണക്കാരൻ. ടാറ്റ സംരംഭം ആയിരുന്നിട്ട് കൂടി താജ് ഹോട്ടൽ ഇന്നും പലർക്കും അപ്രാമ്യമാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതിന് പിന്നിലെ പ്രധാന കാരണം താജ് ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡ് തന്നെയാണ്. മഹാരാഷ്ട്രയിൽ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന താജ് ഹോട്ടൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലുകളിൽ ഒന്നുകൂടിയാണ്. രാജ്യത്തെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് താജ് എന്നും പലർക്കും അറിയാത്ത കൗതുകകരമായ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ്. ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ എത്ര ചെലവാകുമെന്നതിൽ യാതൊരുവിധ ധാരണയുമില്ല. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു നേരം താജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരാൾക്ക് ഏകദേശം 13,000 രൂപയോളം ചെലവാക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ. നിങ്ങൾ നോൺ ആൽക്കഹോൾ ഡ്രിങ്കുകൾ ഓർഡർ ചെയ്താൽ ചെലവ് 300 മുതൽ 500 രൂപ വരെ ആകുകയും ചെയ്യും. ഓരോ ഭക്ഷണത്തിനും 10,000 രൂപയായിരിക്കും താജിലെ വില എന്നത്. ഇതിന് പുറമെ 1000 രൂപയുടെ സേവന നികുതിയും 1800 രൂപയുടെ GSTയും നൽകേണ്ടതും ആവശ്യമാണ്. അതായത് ഒരു നേരത്തെ ഒരാളുടെ ഭക്ഷണ ചെലവ് എന്ന് പറയുന്നത് 12,800 രൂപയാണ്. ലഹരിപാനീയങ്ങളുടെ വില 1000 മുതൽ 3000 രൂപ വരെയാണ് നിലവിൽ. 1903 ഡിസംബർ 16 മുംബൈയിൽ താജ് ഹോട്ടൽ ആരംഭിച്ചത്. ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ജംഷഡ്ജി ടാറ്റയാണ് ഈ സംരംഭത്തിന് പ്രധാനമായും തുടക്കമിട്ടത്. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇരയാണ് താജ് ഹോട്ടൽ എന്നത്. താജ് ഹോട്ടലിൽ ഇന്ത്യൻ കമാൻഡോകൾ നടത്തിയ രക്ഷാദൗത്യം ഇന്നും ഓർമ്മയായി നിലനിൽക്കുന്നുണ്ട്. അന്ന് ഭീകരാക്രമണത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി താജ് ഹോട്ടലിന് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. അപാരമായ അർപ്പണബോധവും ശക്തിയും പ്രകടിപ്പിച്ച് രത്തൻ ടാറ്റയാണ് താജിനെ പഴയ പ്രൗഢിയിലേക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. അന്ന് അദ്ദേഹം ഹോട്ടൽ പുനർനിർമ്മിക്കുമെന്നും ആക്രമണത്തിന്റെ ഇരകളായ കുടുംബങ്ങളെ പരിപാലിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുകയുണ്ടായി.